നൃപൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന്റെ വിവരങ്ങളുമായി. നൃപൻ, തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും 3 തലത്തിലുള്ള പരിശോധന പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും മനു, മരണത്തിലെ നിരൂപതയെ തുടർന്ന് കല്ലറ തുറന്ന് പുറത്തെടുത്ത ആറാലുമൂട് ഗോപന്റെ മൃതദേഹം ഇപ്പൊ പോസ്റ്റ്മോർട്ടം നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ തുടരുകയാണ്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ 3 തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം 3 തരത്തിലുള്ള പരിശോധനകൾ, വ്യത്യസ്തമായ പരിശോധനകൾ ഇതിൽ ആവശ്യമാണ് എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ, പരിക്കേറ്റാണോ മരണം സംഭവിച്ചത്, സ്വാഭാവിക മരണമാണോ എന്ന കാര്യത്തെ സംബന്ധിച്ച് പരിശോധന നടത്തേണ്ടതുണ്ട്. സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പരിശോധനയിലെ കൃത്യമായ പരിശോധനയിലെ ലക്ഷ്യം. അത് എന്ന് പറയുന്നത് ശ്വാസം മുട്ടി മരിക്കുക, മാരകമായി പരിക്കേറ്റ് മരിക്കുക, വിഷം ഉള്ളിൽ ചെന്ന് മരിക്കുക, ഒപ്പം തന്നെ മരണസമയത്തെ സംബന്ധിച്ച് അത് പോലീസ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകിയ ശേഷം പോലീസിന്റെ തുടർ നടപടികളിലാണ് ബന്ധുക്കളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്നതിനനുസരിച്ചാണ് മരണ സമയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും വ്യത്യസ്തതയുണ്ടോ എന്ന് മനസ്സിലാവുകയുള്ളൂ. വിഷാംശം ഉണ്ടോ എന്നറിയാൻ ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ പ്രത്യേകമായി ശേഖരിക്കും. പരിശോധന ഫലം, ഇതിന്റെ ആന്തരിക അവയവങ്ങളുടെ പരിശോധന ഫലം വരുന്നതിന് ഒരാഴ്ചയെങ്കിലും സമയമെടുക്കും. പക്ഷേ പരിക്കുകളുണ്ടോ എന്ന് കണ്ടെത്താൻ റേഡിയോളജി ഒപ്പം തന്നെ എക്സ്റേ പരിശോധന നടത്തും. ഇതിന്റെ ഫലം ഇന്ന് തന്നെ ലഭിക്കുന്നതാണ്. കാരണം ഇതിന്റെ പരിക്കുകൾ സംബന്ധിച്ച ഫലം അത് നേരെ പ്രഥമ ദൃഷ്ട്യാ തന്നെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയുന്ന കാര്യമാണ്. 3ാമത്തെ പരിശോധന എന്ന് പറയുന്നത് സ്വാഭാവിക മരണമാണോ എന്ന കാര്യമാണ്. ഈ രോഗാവസ്ഥ അടക്കം പല സാഹചര്യങ്ങൾ വിലയിരുത്തിയായിരിക്കും ഇക്കാര്യത്തിൽ മരണം സംബന്ധിച്ച കാര്യങ്ങളിൽ സ്ഥിരീകരണം എടുക്കുക. മരിച്ചത് ഗോപൻ തന്നെ, കാരണം എന്ന് പറഞ്ഞാൽ ഗോപനാണ് എന്ന് ആ സാക്ഷികളും ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ മരിച്ചത് സയന്റിഫിക്കായി മരിച്ചത് ഈ പറഞ്ഞ അന്വേഷണത്തിന്റെ നടപടി പ്രകാരം മരിച്ചത് ഗോപൻ തന്നെയെന്ന് ഉറപ്പുവരുത്താനുള്ള തെളിയിക്കുന്നതിനുള്ള DNA പരിശോധന നടത്തും. അതിന്റെ റിസൾട്ട് താമസിച്ചായിരിക്കും എത്തുക. ഈ റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇത് സംബന്ധിച്ച് ഏറെ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുക. അതിനോടുകൂടിയായിരിക്കും നമുക്കിത് സ്വാഭാവിക മരണമാണോ മറ്റെന്തെങ്കിലും മനുഷ്യ സംഭവങ്ങൾ അസ്വാഭാവിക ഇക്കാര്യത്തിൽ ഉണ്ടോ എന്ന കാര്യം തിരിച്ചറിയാൻ കഴിയുള്ളൂ. മനു.